ഈ പല ആത്മഹത്യകളും ഇപ്പോൾ ഈ അമിതമായ പലിശ, വട്ടിപ്പലിശ ഒക്കെ തുടർന്നാണ്. അത് കൊടുക്കാൻ ശേഷിയില്ലാതെയാണ് പല ആത്മഹത്യകളും ഇപ്പോൾ ഈ അടുത്ത റീസെൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിക്ക് രൂപം നൽകുകയും അത് വിജയകരമായി നടപ്പാക്കുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് കുറേ നാളായി അത്തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കുറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും അമിതമായി കൂടിയിരിക്കുകയാണ്. കാരണം പലിശയൊക്കെ, ഇരട്ടി പലിശയൊക്കെ വാങ്ങുന്ന സംഘങ്ങൾ കൂടി. അതുമാത്രമല്ല, പൈസ കിട്ടാതെ വരുമ്പോൾ ഭീഷണി, കൊലപ്പെടുത്താനുള്ള ശ്രമം, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവത്തിലേക്ക് എത്തുന്നു. അതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു. അപ്പോൾ ഈ സർക്കാരാകട്ടെ ഇത്തരം നടപടികൾക്കെതിരെ ഒന്നും പ്രതികരിച്ച് കാണുന്നതുമില്ല. എന്താണ് സംഭവം? ഞാൻ കേരളത്തിൽ 2 ജില്ലയിൽ, തൃശ്ശൂരും കോട്ടയത്തും 2 കേസുകളിൽ ഞാൻ ഇടപെട്ടു. അതായത് വലിയ രീതിയിൽ സാമ്പത്തിക കുറി അല്ലേ, നമ്മുടെ ചിട്ടികൾ നടത്തുകയും ആ ചിട്ടിയിൽ ചേർന്ന ആളുകൾക്ക് ചിട്ടി പൊട്ടി എന്നങ്ങോട്ട് പ്രഖ്യാപിച്ച് ഈ നടത്തുന്ന ആൾ ലൈസൻസ് ഉണ്ടോ ഇല്ലയോ ആർക്കും ഒരു പിടിയില്ല. ഇത്തരം ഒരു ചിട്ടി നടത്തുന്നതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം നടത്താൻ യാതൊരു തരത്തിലുള്ള നിയമവും ഇല്ല. അപ്പോൾ ആളുകൾ മുഴുവനും, അതായത് കൊച്ചുങ്ങളുടെ കമ്മലടക്കം പണയം വെച്ച് ഈ ചിട്ടി നടത്താണ്. പല ആളുകളും, ഒരു വീടില്ലാത്ത ആൾക്കാർ ആ വീടിൻ്റെ സ്വപ്നം, അങ്ങനെ പല പല സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ മകളെ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിട്ടിയിൽ ചേർന്നിട്ട് ചിട്ടി ഒരു ദിവസം പൊട്ടും, ഇയാൾ മുങ്ങുകയും ചെയ്യും. ഈ ആയിരക്കണക്കിന് ആളുകളാണ്. പിന്നെ മിണ്ടാൻ പറ്റില്ല, ഇത് കാശിട്ടോ പോയോ ഇല്ലയോ. ഇന്നലെ ഞാൻ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കോട്ടയം ജില്ലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ ഒരു മർച്ചൻസ് യൂണിയൻ എന്ന് പറഞ്ഞ ആളുകൾ അവിടെ ഒരു സ്കീം, ലൈസൻസ് ഒക്കെ അവിടെ അതിൽ എഴുതിയിട്ടുണ്ട്, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നിക്ഷേപം സ്വീകരിച്ചിരിക്കുക. അവർ നിക്ഷേപം സ്വീകരിക്കുന്നത് ബാങ്ക് വഴി സ്വീകരിക്കുന്നില്ല. അവർ പൂർണ്ണമായും പണമായിട്ട് കൊണ്ടുചെന്നാൽ അവിടെ ഇടും. അപ്പോൾ അത്തരം ജില്ലയിലെ അത്തരം ഏരിയകൾ, വൈക്കം, തലയോലപ്പറമ്പ്, അതുപോലെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൗണൊക്കെ ആണെങ്കിൽ പോലും അവിടുത്തെ ഒരു സ്വഭാവം ഗ്രാമീണ സ്വഭാവമാണ്. അപ്പോൾ ആ ഗ്രാമീണരായിട്ടുള്ള മനുഷ്യരുടെ ഒരു സമ്പാദ്യശീലത്തെ അവർ മുതലെടുക്കുകയാണ്. അവർ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഈ വ്യാപാരി വ്യവസായികളുടെയൊക്കെ ആളുകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റുമുള്ളവർ തന്നെയായിരിക്കും. ലക്ഷക്കണക്കിന് രൂപ ഇവർ നിക്ഷേപമായി സ്വീകരിച്ചിട്ട് ഇവർ 12% പലിശ ഇവർക്ക് കൊടുക്കാമെന്ന് പറയാം. ഇപ്പം നിലവിൽ നമുക്ക് 8% തോന്നുന്നു പലിശ ബാങ്കിലിട്ടാൽ. ഈ പൈസ അവർക്ക് ബാങ്കിലിട്ടാൽ ഒരു പ്രശ്നമില്ലാതെ 8 അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ 12% പലിശ നൽകാമെന്ന് പറഞ്ഞത് മേടിച്ചിട്ടിട്ട് ഇവർ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് എന്ത് ചെയ്യാണ്, ഒരു ദിവസം ഇവർ 18% തിരിച്ച് പലിശയ്ക്ക് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 18%, ഇപ്പോൾ വ്യാപാരി വ്യവസായികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീറ്റെയിൽ മർച്ചൻസ് വലിയ പ്രതിസന്ധി കേരളത്തിൽ നേരിടുക. കേരളത്തിൽ നല്ല ഇന്ത്യയാകെ. ഇപ്പം നമ്മൾ സർക്കാർ, ഇപ്പോൾ കേരള സർക്കാരൊക്കെ എസ് എം സികളെ പ്രോത്സാഹിപ്പിക്കുകയാണല്ല, ചെറിയ ചെറിയ അത്. പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും ഇലക്ട്രിസിറ്റിയുടെ ചാർജിൻ്റെ വർധനവും ഈ റോ മെറ്റീരിയലുകളുടെ സബ്സിഡി ഇല്ലായ്മയും വന്നു കഴിയുമ്പോൾ ഘട്ടം ഘട്ടമായി ആദ്യം കൊടുത്ത പൈസ, ഗ്രാൻഡോ അല്ലെങ്കിൽ ലോണോ കിട്ടിയതൊക്കെ തീരും. ഈ സമൂഹത്തിൽ ഒരു ക്രയവിക്രയം നടക്കുന്നില്ല. വ്യാപാരികൾ, ഇടത്തരം വ്യാപാരികളായിട്ടുള്ള ആളുകൾ ഈ GST വന്നതോടുകൂടി വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ മർച്ചൻസ് യൂണിയനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 18% പലിശയ്ക്ക് ഇവരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരാരും തിരിച്ചു കൊടുക്കുന്നില്ല. അവിടുത്തെ മർച്ചൻസ് യൂണിയൻ്റെ പ്രസിഡന്റ് തന്നെ നിരാഹാര സമരം നടത്തി. എന്തിനാ? ഈ മർച്ചൻസിലെ അംഗങ്ങൾ കടമെടുത്ത പൈസ തിരിച്ചു കൊടുക്കാനായിട്ട്. എന്തൊരു കോമഡിയാണെന്ന് ആലോചിക്കണം. അവരുടെ സംഘടനയുടെ ആളുകൾ ഈ സംഘടന എടുത്ത പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസിഡന്റ് തന്നെ നിരാഹാരം കിടക്കുക. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ? ഇവരുടെ അതിൽ നിക്ഷേപിച്ച ആളുകൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പം മക്കളുടെ വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ച ആളുകൾക്ക് അത് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കരുവന്നൂരിൻ്റെ അതേ മോഡൽ തന്നെ തിരിച്ചു കൊടുക്കാൻ പൈസയില്ല. 10,000, 20,000, 2,000 ഒക്കെയാണ് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നത്. അപ്പോൾ അവർ ഈ ആരെങ്കിലുമൊക്കെ തന്നാൽ അത് കൊടുക്കാമെന്നല്ല, പിന്നെ കുറച്ച് അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വിൽക്കാം അല്ലെങ്കിൽ ഇവരുടെ പേരിൽ എഴുതി കൊടുക്കാം എന്നൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അതൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ട് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. എന്തിന്? സാമുദായിക സംഘടനകൾ,
വെള്ളാപ്പള്ളി നടേശൻ മുതൽ ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള ക്രിസ്ത്യൻ സംഘടനകളും KPMSഉം ഒക്കെ ഈ മൈക്രോ ഫിനാൻസ് എന്ന രീതിയിൽ കൊടുക്കുന്നതെല്ലാം പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതാണ്. ഇതൊരു സമാന്തര സമ്പദ്ഘടനയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇടത്തരക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നിങ്ങൾക്ക് ലോൺ എവിടെ നിന്ന് വേണം, ഇപ്പം നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ലോൺ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര മെസ്സേജുകൾ നമുക്ക് വരും. 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ തരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കോൾ വിളിച്ചാൽ മതി, അപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ. 10 ലക്ഷം വേണോ, 10 ലക്ഷം തരാൻ തയ്യാറാണ്. അപ്പോൾ ലോൺ കൊടുക്കാൻ എന്താ ഇതിൻ്റെ കാര്യം? അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചില ആളുകളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപ വന്ന് കുന്നുകൂടിയിരിക്കുകയാണ്. അതിൻ്റെ യാതൊരു ക്രയവിക്രയവും നടക്കുന്നില്ല. കാരണം പ്രൊഡക്ഷൻ, അത് ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. അത് പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവണില്ല. ആ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടായാലേ ഈ പ്രൊഡക്ഷൻ ജനങ്ങൾ വാങ്ങിക്കുള്ളൂ. ഇവിടെ സർവീസ് മേഖലയിൽ നിന്നാണ് കോടികൾ ഈ ആളുകളുടെ കയ്യിൽ വരുന്നത്. ആ കോടികൾ മല പോലെ, എവറസ്റ്റ് പോലെ അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷെ ഈ പണം ചെലവഴിക്കപ്പെടുന്നതിന് വേണ്ടി അവർ കണ്ടെത്തുന്ന മാർഗം ആളുകൾക്ക് ലോൺ കൊടുക്കുക, അതിൻ്റെ പലിശ മേടിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പരിപാടിയായിട്ട് അവർ ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും തകർച്ച നേരിടുന്ന ഒരു പ്രധാന വിഷയം. ഈ ചൈനയുടെ വളർച്ചയുടെ കാരണം എന്താ? ലോകത്തിലെ ഉൽപാദന മേഖലയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിൽ 41% അവരാണ്. വെറും 16% അമേരിക്കയുള്ളൂ. അപ്പൊ 41% വെച്ചാൽ ലോകത്തെ എല്ലാ സ്ഥലത്തും ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. അത് ലോകത്തിൽ മുഴുവൻ ആളുകളും വാങ്ങുന്നു എന്ന് പറയുന്നതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ ഉയരും. ഇവിടെ എങ്ങനെയാ, എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കണക്ഷൻ തന്നെ കാണാം. അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പ്രശ്നം ഉണ്ടാവാനും കാരണം എന്താ? നമ്മളന്ന് ചർച്ച ചെയ്തില്ലേ, ഈ പാകിസ്ഥാനിൽ യുദ്ധം ഉണ്ടാക്കിയതാണ് കൃത്യമായിട്ടും. പ്രധാനമന്ത്രി മിണ്ടിയില്ല. അവിടെ ഈ കുറച്ച് തീവ്രവാദികളെ കൊണ്ടൊരു അറ്റാക്ക് നടത്തി. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വ്യാപാര കരാറിൽ ഒപ്പിടാനായിട്ട് അമേരിക്കയും ഇന്ത്യയും തീരുമാനിച്ചിരുന്നു. അവരുടെ 2 തലവന്മാരും തീരുമാനിച്ചിരുന്നു. ട്രംപിന് ഭ്രാന്ത് പിടിച്ചത് എന്താ? ഇത് പ്രധാനമന്ത്രി ഇത് ഉറപ്പ് കൊടുത്തിട്ട് ഈ വിഷയങ്ങൾ പ്രതിപക്ഷം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ട്രംപിനുമായിട്ട് ഈ വ്യാപാര കരാർ ഒപ്പിടാൻ പറ്റിയില്ല. അതിന് പ്രധാന കാരണം കർഷകരുടെ പ്രക്ഷോഭം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഇപ്പം തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. കർഷകർ ഈ രീതിയിൽ ഒരു പ്രക്ഷോഭത്തിന് വീണ്ടും ഇറങ്ങിയാൽ അത് BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനെ അത് ബാധിക്കും. പ്രത്യേകിച്ച് ഈ വോട്ട് ചോരിയൊക്കെ വന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കർഷകരും കൂടി സമരത്തിലിറങ്ങിയാൽ അത് വലിയ രീതിയിൽ BJPനെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? അമേരിക്കയിലുമുള്ള വ്യാപാര കരാർ ഒപ്പിടാതിരുന്നത്. അമേരിക്കയുടെ വ്യാപാര കരാർ എന്താ? അമേരിക്കയിലെ കർഷകർക്ക് 100% സബ്സിഡിയാണ്. അമേരിക്ക ഘാട്ട് കരാർ ഉണ്ടാക്കിയപ്പോൾ ഒരു രാജ്യത്തെയും കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെന്റിൽ അവർ ഒപ്പിടിപ്പിച്ചു. പകരം അവർ കൊടുക്കുന്നതോ അവർ 100% സബ്സിഡി കൊടുത്ത് ഈ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ മാത്രമായിട്ട് വിപണി ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ പോലുള്ള ലോകത്തെ 2ാമത്തെ ജനസംഖ്യയുള്ള ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ആ കരാർ. അതുകൊണ്ടാണ് കർഷകർ അതിനെ എതിർത്തതും. ഈ സ്വദേശാഭിമാനികൾ എന്ന് പറയുന്ന RSSന്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. ആ ആളുകൾ അവരും ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനിയും കർഷകരുടെ എതിർപ്പ് പറ്റില്ല എന്ന് പറയും. അപ്പോൾ കേരളത്തിൽ ഈ യാതൊരു തരത്തിലുള്ള പ്രൊഡക്ഷനും ഇപ്പോൾ വളർന്നു വരുന്നില്ല. ആകെ ഈ വൻകിട ആളുകൾ നടത്തുന്ന കൺസ്ട്രക്ഷൻ അല്ലാതെ വേറെ ഒരു പ്രൊഡക്ഷനും കേരളത്തിൽ വളർച്ചയില്ല. ഒരു പ്രൊഡക്ഷൻ മേഖലയുമില്ല. സ്വാഭാവികമായും സമാന്തര സമ്പദ്ഘടനയായി പലിശയ്ക്ക് കടം കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാനായിരുന്നു ശരിക്കും നല്ല സക്സസ് ആയിരുന്നു രമേശ് ചെന്നിത്തലയുടെ. നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നോക്കിയാൽ ആ ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിരുന്നു. അത് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഈ സർക്കാർ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പലരും ആവശ്യം ഉന്നയിച്ചു. ഇതുപോലൊരു കാര്യമാണ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം. ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാരം ഉണ്ടായിരുന്നു. അല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല അതിൻ്റെ ഡ്രാഫ്റ്റ് അടക്കം തയ്യാറാക്കിയതാണ്. അന്നാണ് നമ്മുടെ പൻസാര എന്ന് പറഞ്ഞ ഒരു CPIയുടെ നേതാവ്, അദ്ദേഹത്തിനെ ബോംബെയിൽ കൊല ചെയ്യപ്പെടുന്നത് അന്ധവിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള കാരണം കൊണ്ട്. പക്ഷെ എന്നിട്ട് പോലും കേരളത്തിൽ അന്ധവിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു അസസ്മെൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിശ്വസനീയമായ രീതിയിൽ വളർന്നിരിക്കുകയാണ്.
വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്.